ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. പുറപ്പാട് പുസ്തകത്തിൽ നിന്നും സമാഗമന കൂടാരത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് പുറപ്പാട് പുസ്തകം 39 അധ്യായത്തിൻ്റെ 32 വാക്യം വായിക്കാം. 39 അധ്യായം 32. ഇങ്ങനെ സമാഗമന കൂടാരമെന്ന തിരുനിവാസത്തിൻ്റെ പണിയൊക്കെയും തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രായേൽ മക്കൾ ചെയ്തു. അങ്ങനെ തന്നെ അവർ ചെയ്തു. അപ്പോൾ സമാഗമന കൂടാരം കൽപ്പിക്കാൻ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവർ പണി തീർത്തു. ഇത് ഈ സമാഗമന കൂടാരത്തിന് 3 പേരുകൾ വേറെ നമ്മൾ കേൾക്കുന്നുണ്ട്. സാക്ഷ്യകൂടാരം, ഡ്വെല്ലിംഗ് പ്ലേസ്, മീറ്റിംഗ് പ്ലേസ്. സമാഗമന കൂടാരം, സാക്ഷ്യകൂടാരം, ഡ്വെല്ലിംഗ് പ്ലേസ് മീറ്റിംഗ് പ്ലേസ്, ഡ്വെല്ലിംഗ് പ്ലേസ്, ടാബർനാക്കിൾ എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനകത്ത് വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 7 അധ്യായത്തിൻ്റെ 44 ഈ സാക്ഷ്യകൂടാരം എന്ന വാക്ക് നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 15:5 സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദേവാലയം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിന് 3 ഭാഗങ്ങളുണ്ട്, 7 ഉപകരണങ്ങളുണ്ട്. ഉപകരണങ്ങൾ: യാഗപീഠം, താമ്രത്തൊട്ടി, കാഴ്ചയപ്പത്തിൻ്റെ മേശ, നിലവിളക്ക്, ധൂപപീഠം, പെട്ടകം, കൃപാസനം. ബൈബിളിൽ ആകെ 50 അധ്യായങ്ങളിൽ സമാഗമന കൂടാരത്തെപ്പറ്റി വിവരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയവും ബൈബിളിലെ സമാഗമന കൂടാരത്തെക്കുറിച്ച് തന്നെയാണ്. അതിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് കാണാൻ കഴിയുന്നിവിടെ. പുറപ്പാട് പുസ്തകത്തിനകത്ത് 13 അധ്യായങ്ങൾ, ലേവ്യ പുസ്തകത്തിൽ 18 അധ്യായങ്ങൾ, സംഖ്യയ്ക്ക് 13 അധ്യായങ്ങൾ, ആവർത്തനത്തിൽ 2 അധ്യായങ്ങൾ, എബ്രായർ പുസ്തകത്തിൽ 4 അധ്യായങ്ങൾ. ക്രിസ്തുവിന് 1450 വർഷങ്ങൾക്ക് മുമ്പ് മിസ്രൈമിൽ നിന്നും മോചിതരായ ഇസ്രായേൽ ജനം കനാൻ ദേശത്തേക്കുള്ളവരുടെ യാത്രയിൽ അവർക്ക് കൊണ്ടുനടക്കാൻ തക്കവണ്ണം നിർമ്മിച്ച ആലയമാണ് സമാഗമന കൂടാരം. ദൈവത്തിനായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ആലയമാണ് ഭൂമിയിലെ. കനാൻ ദേശം കൈയടക്കുന്നതുവരെ 40 വർഷത്തെ യാത്രക്കിടയിൽ സൃഷ്ടിതാവിന് ആരാധനയും ബലിയും എല്ലാം അർപ്പിക്കപ്പെട്ടത് ഈ ആലയത്തിലാണ്. സമാഗമന കൂടാരം എന്നാൽ ദൈവവും ജനവും സന്ധിക്കുന്ന സ്ഥലം. തിരുനിവാസം എന്ന് പറയുമ്പോൾ ദൈവം ഒന്ന് വസിക്കുന്ന സ്ഥലം. സാക്ഷ്യകൂടാരം മനുഷ്യരുടെ മത്സരത്തിനെതിരെ സാക്ഷ്യം പറയേണ്ടതിന് 3 കാര്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിത പ്രവർത്തനത്തിൻ്റെ എതിരെ സാക്ഷ്യം പറയേണ്ടതിന് എപ്പോഴും ഓരോ സാക്ഷി എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണും. അതായത് അവരുടെ മത്സരത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. കൽപ്പലക 2ാമത് എഴുതി കൊടുക്കേണ്ടി വന്നു. മന്ന കൊടുത്തത് അവരുടെ പിറുവിറുപ്പിന് ശേഷമാണ്. അഹരോൻ്റെ തളിർത്ത വടി വെക്കാൻ കാരണം നമുക്കറിയാമല്ലോ. ഇതെല്ലാം അതിനായിട്ടാണ്. അത് ഏറ്റവും അകത്ത് സൂക്ഷിക്കുന്നത്, അതിവിശുദ്ധ സ്ഥലത്ത്. 3 ഭാഗങ്ങളുണ്ട്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരം എന്ന് പറയുമ്പോൾ ഔട്ടർ കോർട്ട്. ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്, എങ്കിലും ഒരു ചുറ്റുമതിൽ പോലെയുണ്ട്. ഇവിടെ വെട്ടത്തിന് സൂര്യപ്രകാശമാണ് അവിടെ ലഭിക്കുന്നത്. ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഷേപ്പ് ഒരു നീളം കൂടുതലും വീതി കുറവുള്ള റെക്റ്റാങ്കുലർ ഷേപ്പിലാണ്. പിന്നെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയും റെക്റ്റാങ്കുലർ തന്നെയാണ്, നീളം കൂടുതലും വീതി കുറവും. അതിവിശുദ്ധ സ്ഥലത്ത് സ്ക്വയറാണ്, നീളവും വീതിയൊക്കെ സമമാണ്. എവിടെ നിന്ന് നടന്നാലും ഒരേ അളവ്. അതായത് ദൈവം വസിക്കുന്ന സ്ഥലം പൂർണ്ണതയാണ് ഇത് കാണിക്കുന്നത്. പ്രാകാരത്തിൽ നല്ല വെട്ടമുണ്ട്, വലിയ ആൾക്കൂട്ടമുണ്ട്. എന്നാൽ വിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ വെളിച്ചത്തിന് അവിടെ ഒരു നിലവിളക്കിൻ്റെ മങ്ങിയൊരു വെട്ടം ലഭിക്കുന്നുണ്ട്. അവിടെ ആൾക്കാരുടെ എണ്ണം കുറവുമാണ്. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രത്യേകം വെളിച്ചത്തിന് സംവിധാനമൊന്നും കൊടുത്തിട്ടില്ല. ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങി വരുമ്പോൾ ആണ് ഇവിടെ വെളിച്ചം ഉണ്ടാകുന്നത്. ഇവിടെയാണ് ശരിക്കുള്ള ആരാധന നടക്കുന്നത്. നമ്മളും ദൈവവുമായി ബന്ധത്തിൽ വരുമ്പോഴാണ് ആരാധന. ആൾക്കാർ കൂടുതലുള്ളിടത്ത് വലിയ തട്ടുപൊളിപ്പൻ ആരാധനയൊക്കെ കാണുന്നുണ്ട് നമ്മൾ. എന്നാൽ കുറച്ചുകൂടെ അകത്തോട്ട് ചെല്ലുമ്പോൾ ആൾക്കാർ അതിലും കുറയുന്നു. കുറച്ച് വിശുദ്ധയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആൾക്കാർ അതിലും കുറവാണ്, തിരക്ക് അവിടെ കുറവായിരിക്കും. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറുമ്പോൾ അവിടെ തീരെ ആളില്ല, ദൈവവും ഞാനും മാത്രം. അതാണ് നമ്മുടെ ശരീരത്തിലും ദേഹം, ദേഹി, ആത്മാവ്. നമ്മുടെ ആത്മാവാണ് അതിവിശുദ്ധ സ്ഥലം. ആ ആത്മാവിൽ ആണ് നമ്മൾ ദൈവത്തോട് ബന്ധപ്പെടുന്നത്. അത് നമ്മൾ തനിയെയാണല്ലോ. നമ്മുടെ ആത്മാവിൽ നമ്മൾ ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ മറ്റാരും കൂടെയില്ല. ഇന്ന്
ദൈവം നമ്മളെ തൻ്റെ കൃപയാൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് എപ്പോഴും കടന്നു വരുവാൻ നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. ധൈര്യത്തോടെ കൃപാസനത്തോടെ നമുക്ക് അടുത്ത് വരാം. ഈ സമാഗമന കൂടാരം വച്ചിരുന്ന അതിൻ്റെ ലൊക്കേഷൻ ഈ 12 ഗോത്രങ്ങളുടെയും നടുക്കായിരുന്നു. ഒത്ത നടുക്കാണ്. കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കായിട്ട് 3 ഗോത്രങ്ങൾ വീതം പാളയമടിക്കും. അതിൻ്റെ നടുക്കായിരുന്നു സമാഗമന കൂടാരം വെച്ചിരുന്നത്. അതിനകത്ത് ഉപകരണങ്ങൾ 7 എണ്ണം ഉണ്ടെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ. ആദ്യം നമ്മൾ വരുന്നത് പ്രാകാരത്തിലാണ്. കിഴക്ക് നിന്നാണ് പ്രവേശനം. പ്രാകാരത്തിൽ 2 ഉപകരണങ്ങൾ, യാഗപീഠവും താമ്രത്തൊട്ടിയും. അവിടെ വിശുദ്ധരായിട്ട് വേണം അതിവിശുദ്ധേക്ക് സ്ഥലത്തേക്ക് കയറി ചെല്ലുവാൻ. അത് കഴുകുവാനും പിന്നെ യാഗങ്ങൾ കഴിച്ചതിന് ശേഷമാണ്, പാപപരിഹാരത്തിനുള്ള യാഗം കഴിച്ചതിന് ശേഷമാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറുവാൻ കഴിയുന്നത്. വിശുദ്ധ സ്ഥലത്ത് 3 ഉപകരണങ്ങളുണ്ട്. കാഴ്ചയപ്പത്തിൻ്റെ മേശ, ധൂപപീഠം, മക്കാവിര വിളക്ക്. അതിവിശുദ്ധ സ്ഥലത്തെ 2 ഉപകരണങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് നിയമപ്പെട്ടകം, അതിൻ്റെ മുകളിൽ കൃപാസനം, ദൈവം വന്നിരിക്കുന്നതായ ആ കൃപയുടെ ഇരിപ്പിടം. അപ്പോൾ ആത്മീയ പക്വതയിൽ എത്തുന്ന ഒരാൾ ദൈവത്തെ ആരാധിക്കാൻ, ദൈവാലയത്തിൽ ദൈവത്തോടൊപ്പം നടക്കാനുമാണ് ദൈവം എപ്പോഴും ഉദ്ദേശിക്കുന്നത്. യഹൂദന്മാർക്ക് പറ്റിയത് അവർ അതിവിശുദ്ധ സ്ഥലത്ത് കയറിയില്ല. അവർ പ്രാകാരത്തിൽ മാത്രം വന്ന് ആരാധിച്ച് മടങ്ങുകയായിരുന്നു. പുരോഹിതന്മാർ കുറച്ചുകൂടി അകത്തേക്ക് കയറി വിശുദ്ധ സ്ഥലത്ത് കയറി അവിടെ മാത്രം കയറി മടങ്ങി. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം പാപപരിഹാരത്തിലുള്ള യാക്തവുമായിട്ട് ഒരു മഹാപുരോഹിതൻ മാത്രമാണ് അതിവിശുദ്ധ സ്ഥലത്ത് കയറുകയും അതേസമയം അവിടെ നിൽക്കുകയല്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആരാധിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം ജീവിക്കുക എന്നാണ്. നമ്മുടെ ജീവിതം ആണ് ആരാധന, അല്പസമയത്തേക്ക് മാത്രമുള്ളതല്ല. ഇതൊരു പോർട്ടബിൾ സാങ്ച്വറിയാണ്. അതായത് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് ഈ യഹൂദന്മാർക്ക് അതുകൊണ്ടാണ് ഇതൊന്നും അവർക്ക് മനസ്സിലാകാതെ പോയത്. മഹാപുരോഹിതൻ മാത്രം ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് കയറിയിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി പുതിയ വഴി തുറന്ന് ഇപ്പോൾ നമുക്ക് പ്രാകാരത്തിൽ വന്ന് മടങ്ങിപ്പോകേണ്ട ഗതികേടില്ല, വിശുദ്ധ സ്ഥലത്ത് വന്നു മടങ്ങിപ്പോകേണ്ട ഗതികേടില്ല. നമുക്ക് ധൈര്യമായിട്ട് കൃപാസനത്തിനടുത്ത് ചെല്ലുവാൻ ദൈവം നമ്മൾക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഈ ആലയം, ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളാണ്. അത് എബ്രായർ 9-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്വർഗത്തിലൊരാലയമുണ്ട്, അതിൻ്റെ മാതൃക പ്രകാരമാണ് ഈ സമാഗമന കൂടാരം നിർമ്മിക്കാൻ പറഞ്ഞത്. അതിൻ്റെ സ്വർഗത്തിലുള്ള ആലയത്തിൻ്റെ പ്രതിബിംബമാണ് ഈ സമാഗമന കൂടാരം. വെളിപ്പാട് 11:9 നമ്മൾ കാണുന്നത്, അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. അപ്പോൾ സ്വർഗത്തിൽ ആലയമുണ്ട്, അതിൻ്റെ സ്വർഗത്തിലുള്ളവരുടെ പ്രതിബിംബമാണ് ഈ സമാഗമന കൂടാരം ഭൂമിയിൽ ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞത്. പിന്നെ മോശ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഡെവലപ്ഡ് വെർഷനായിരുന്നു ശലോമോൻ ഉണ്ടാക്കിയ യെരുശലേമിലെ ദേവാലയം. ആദ്യ സമാഗമന കൂടാരം, പിന്നെ ശലോമോൻ്റെ ആലയം. ഇനി ഒരു ആലയം പണിയാനുണ്ട്. അത് പണിത് കഴിയുമ്പോഴാണ് കർത്താവ് വരുന്നത്. അതാണ് കർത്താവിൻ്റെ സഭ, ദൈവത്തിൻ്റെ സഭ. ഭൂമിയെ കണ്ടതൊരു ഡ്യൂപ്ലിക്കേറ്റാണ്, അല്ലെങ്കിൽ നിഴലാണ്. സ്വർഗത്തിലുള്ളതാണ് എങ്കിൽ വലിപ്പമുള്ളതും തികവേറിയതും കൈകളാൽ പണിയപ്പെടാത്തതുമായ ആലയമാണ് സ്വർഗത്തിൽ നാം കാണുന്നത്. പിന്നെ കണ്ട കാര്യങ്ങളൊക്കെയും മറന്നു പോകും. മോശയ്ക്ക് ദൈവം ഇതെല്ലാം പറഞ്ഞു കൊടുത്തു, പക്ഷേ മോശ ഇതിനെയൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് പുറപ്പാട് 31-ൻ്റെ 1 മുതൽ 6 വരെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ബെസലേലിനെ ദൈവം പേർ ചൊല്ലി വിളിച്ച് സകല സാമർഥ്യവും കൊണ്ട് നിറച്ചു. അതായത് ഇതെല്ലാം തരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവം അല്ലാതെ മോശയോട് പറഞ്ഞു കൊടുത്തതിനെ പോലെ മോശ ചിലപ്പോൾ മറന്നു പോകും. അതുകൊണ്ട് ദൈവം ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചവനെ ദിവ്യാത്മാവിനാൽ അവന് ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതായ പണി ചെയ്യാനുള്ള പ്രത്യേക കഴിവുകളെല്ലാം ദൈവം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോശ വന്ന് പറയുമ്പോൾ ഇതൊക്കെയും താൻ സങ്കല്പിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവം തക്ക സമയത്ത് അവരെ കൂടെ പ്രവർത്തിച്ച് ആത്മാവിൻ്റെ കൃപയാലാണ് ഈ സമാഗമന കൂടാരത്തിൻ്റെ പണികളെല്ലാം നിവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും, തടി കൊണ്ടുള്ള പണിയാകട്ടെ, പൊന്നുകൊണ്ടുള്ള പണി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതിനുള്ള എല്ലാ ജ്ഞാനവും അദ്ദേഹത്തിനാണ് ദൈവം കൊടുത്തത്. മരത്തിൽ കൊത്തിപ്പണി ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അങ്ങനെ 40-ാം അധ്യായം, പുറപ്പാട് 40-ാം അധ്യായത്തിൽ വരുമ്പോൾ 33-34 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ
ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിച്ചു. അപ്പോൾ കണിയെല്ലാം കൃത്യമായിട്ട്, അത് നമ്മൾ നോക്കുമ്പോൾ അറിയാം, പല ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത്. 8 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. മോശ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അതുപോലെ തന്നെ ചെയ്തു. അതെല്ലാം കൃത്യമായി ചേരുന്നത് കൊണ്ടാണ് യഹോവയുടെ തേജസ് ആലയത്തെ നിറച്ചു. അപ്പോൾ ദൈവത്തിന് തൃപ്തിയായി. അപ്പോൾ അവരുടെ പണി പാഴ്പണിയായി പോയില്ല. നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത്? നമുക്കിതിലൊരു പ്രസക്തിയുണ്ട്. ഇത് സഭയുടെ ഒരു ചിത്രമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സഭയിലാണ് ദൈവം ഇന്ന് വസിക്കുന്നത്. 1 തീമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കാം. 1 തീമോഥെയോസ് 3:15. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ആലയം. അപ്പോൾ ഇന്ന് നമുക്ക് പ്രാധാന്യം ആലയമാണ്. അപ്പോൾ ആലയത്തിൽ ആണ് ദൈവം ഇന്ന് വസിക്കുന്നത്. താബർനാക്കിൾ ദൈവത്തിൻ്റെ വാസസ്ഥലമായിരുന്നു. വാസ്തവമായും ദൈവം നിങ്ങളുടെ മധ്യത്തിലുണ്ട്. അങ്ങനെ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയണം. ആലയത്തിൽ സഭയിൽ കടന്നു വരുമ്പോൾ വാസ്തവമായിട്ടും അവിടെ ദൈവം നിങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് ആരെങ്കിലും കടന്നു വന്നാൽ അവർക്കത് അനുഭവിക്കുവാൻ കഴിയണം. അതാണ് സഭയിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്നത്. എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എഫേസ്യർ 2-ന്റെ 20 മുതൽ 22 വരെ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ന് സഭയാണ്. ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ മക്കളും ആലയമാണ്. നമ്മുടെ ഉള്ളിലാണ് കർത്താവ് വന്ന് വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് വന്ന് വസിക്കുന്ന ആലയം എപ്പോഴും വിശുദ്ധമായിരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കണം. ചില സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ മെഷർമെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടാണല്ലോ ദൈവം ഈ ആലയം പണിയിപ്പിക്കുന്നത്. ദൈവമാണ് വന്ന് വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചല്ല, റിക്വയർമെൻറ്റ്സ് അനുസരിച്ചല്ല കാര്യങ്ങൾ സഭയിൽ ചെയ്യേണ്ടത്, ഉണ്ടാക്കുന്നത്. ഇന്ന് സഭയിൽ ദൈവം വന്ന് വസിക്കുന്നില്ലെങ്കിൽ അളവുകളും തൂക്കങ്ങളും ഒന്നും കൃത്യമല്ല. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹപ്രകാരമല്ല നമ്മുടെ സഭയുടെ കാര്യങ്ങൾ പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം അവരവർക്ക് തോന്നിയതുപോലെ പണിത് വെച്ചിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന് അതിനകത്തിരിക്കാൻ, ദൈവത്തിന് കടന്നു വന്ന് വസിക്കാൻ സാധ്യമല്ല. ദൈവത്തിന് അസ്വസ്ഥത തോന്നുന്നു. അതുകൊണ്ട് തന്നെ വേറെ എവിടെയെങ്കിലും സഭയിൽ കർത്താവിന് പറഞ്ഞിരിക്കുന്നത് പോലെ കാര്യങ്ങൾ അനുസരിച്ചാണ് സഭയുടെ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ആരാധനയും എല്ലാം നടക്കുന്നതെങ്കിൽ കർത്താവ് അവിടെ പോയി വസിക്കും. എഫേസ്യർ 2:20 മുതൽ 22 നമ്മൾ വായിച്ചല്ലോ. ദൈവം വസിക്കുന്ന സഭ ഏത് വിധത്തിലുള്ളതായിരിക്കണം? എഫേസ്യർ 2:20 മുതൽ 22 വരെ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഒന്നിച്ച് പണി ശരിയാകണമെങ്കിൽ നമ്മളും അതനുസരിച്ച് പണിയപ്പെടണം. ദൈവം വസിക്കുന്ന സഭ ആകണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അതിൻ്റെ പണികൾ നടത്തിയിരിക്കണം. പൂർണ്ണത, ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് പൂർണ്ണതയാണ്. അപ്പോൾ സഭയുടെ ഒരു ചരിത്രം ഈ സമാഗമന കൂടാരത്തിനകത്ത് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പഴയ നിയമത്തിലാണെങ്കിൽ ഇസ്രായേലിൻ്റെ കാര്യമാണ് കാണുന്നത്. ഇന്ന് നമ്മളാണ്. നിത്യതയിൽ നമ്മളും ജാതികളിൽ നിന്ന്, യഹൂദന്മാരും ജാതികളിൽ നിന്ന് വന്നവരും എല്ലാം ഒന്ന് ചേർന്ന് ഒറ്റ ആലയമായിട്ട് ആ ആലയത്തിൻ്റെ പണി പൂർത്തിയാകുമ്പോഴാണ് ദൈവം കടന്നു വരുന്നത്, ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആലയം എപ്രകാരമുള്ളതായിരിക്കണം? പുതിയ നിയമത്തിനകത്തൊക്കെ നമ്മൾ ആലയത്തെക്കുറിച്ച്
വായിക്കുന്നുണ്ടല്ലോ. അതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും അതിവിശുദ്ധ സ്ഥലം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളതായ ആത്മാവിൻ്റെ ആകുന്ന ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് ദൈവവുമായിട്ടുള്ള സംസർഗത്തിലായിരിക്കണം. അതിനാണ് വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനാണ് നമ്മുടെ ഉള്ളിൽ മനുഷ്യൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അതിനായിട്ടാണ് നമുക്ക് അതിവിശുദ്ധ സ്ഥലം നമ്മുടെ ഉള്ളിൽ തന്നെ തന്നിരിക്കുന്നത്. സഭയിലും അപ്രകാരം തന്നെ വിശ്വാസികൾ ഒന്നിച്ച് ചേർന്ന് വന്ന് ഒരേ മനസ്സിൽ ഒരേ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവഹിതപ്രകാരം ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്, വചനപ്രകാരം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. അപ്രകാരം വ്യക്തിപരമായി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അവൻ നമ്മളോട് സംസാരിക്കും. നമ്മുടെ ചെവികളെ നമ്മൾ തുറക്കുവാൻ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥനയോടെ, കർത്താവേ അങ്ങയുടെ സംസാരം എന്നെ കേൾപ്പിക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ ഏകാഗ്രതയോടെ പ്രവേശിച്ചിരുന്നുകൊണ്ടാണ് നാം ദൈവത്തോടെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഇരുന്ന് ആ ക്വാളിറ്റി ടൈം ദൈവത്തോടുകൂടെ ചെലവഴിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കും. ദൈവവചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾപ്പിച്ചു തരും. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് അങ്ങോട്ട് കൂടുതൽ സംസാരിക്കുന്നവരാണ്. കേൾക്കുവാൻ നമുക്ക് കാത്തിരിക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തവരാണ്. എന്നാൽ കാത്തിരിക്കുവാൻ അതിനുള്ള സമയം നമ്മൾ നീക്കി വെക്കണം. അതൊരിക്കലും നമുക്ക് നഷ്ടമായി പോകുന്നതല്ല. ദൈവസന്നിധി കാത്തിരിക്കുന്നതൊരു ശീലമാക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സംസാരം നമുക്ക് കേൾക്കുവാൻ കഴിയും. ഓരോ ദിവസവും ചെയ്യേണ്ടതായ കാര്യങ്ങളെ അതാത് ദിവസം കർത്താവ് തന്നെ നമ്മളെ കൂടെ ചെയ്യിപ്പിക്കും. സ്വർഗത്തിലെ ഇഷ്ടം ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിപ്പാനാണല്ലോ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ദൈവ ഇഷ്ടം ഞാൻ ഇന്ന് എന്ത് ചെയ്യണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കൾക്കും ഒരു പുസ്തകം, ഒരു കഥ നമ്മളെക്കുറിച്ച് ദൈവം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും എന്ത് ചെയ്യണം. കാരണം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ ക്രിസ്തുവിൽ ദൈവം തിരഞ്ഞെടുത്തുവെന്ന് എഫേസ്യ ലേഖനത്തിനകത്ത് നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലൊരു ആലോചനയുണ്ട്, പുസ്തകമുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അവനോട് ചോദിക്കുക, കർത്താവ് ഇന്ന് ഞാൻ എന്ത് ചെയ്യുവാനാണ് നിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്നതായ കാര്യങ്ങൾ ദൈവം നമ്മളെ അറിയിച്ചു തരും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അത് ധാരാളമായിട്ട് അത് പരിശോധിക്കുകയും വായിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അപ്രകാരം ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് വിശുദ്ധരായി തീരുവാനാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുന്നതല്ല. ആ ഒരു വളർച്ച ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാനാണ്. അപ്രകാരമുള്ളവരെയാണ് കർത്താവ് വരുമ്പോൾ തന്നോടുകൂടെ കൊണ്ടുപോകുന്നത്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ലോകത്തിൻ്റേതായ പൈശാചികൻ നമ്മളെ അതിലേക്ക് ലോകത്തിൻ്റെ ആ മോഹങ്ങളിലേക്ക് ആകർഷിക്കുമ്പോൾ അതിനോട് നോ പറയുവാനും കർത്താവിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ഭൂമിയിലെ നേട്ടങ്ങളും ഇതെല്ലാം ഇവിടം കൊണ്ട് തന്നെ തീർന്നു പോകുന്നതാണെന്നുള്ള തിരിച്ചറിവോടുകൂടി കർത്താവിനെ അനുസരിക്കുന്നവരായി തീരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിലും നമ്മൾ അനേകരുടെ ജീവചരിത്രങ്ങൾ വായിക്കുന്നു. ദാവീദിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ തനിക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ബോധിച്ച പ്രകാരമുള്ളൊരു മനുഷ്യനാണെന്ന് കർത്താവ് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ. അതിന് കാരണം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദാവീദ് ഭൂമിയിൽ ദൈവത്തിനോട് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രമാണ് താൻ എല്ലാ കാര്യങ്ങളും, തൻ്റെ ഭരണത്തിൻ്റെ ആത്മീയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിന് ജനിക്കുവാനുള്ള ഒരു തന്നെ ദാവീദിൽ കൂടിയാണ് ദൈവം തിരഞ്ഞെടുത്തത്. തൻ്റെ ജീവിതത്തിലെ വലിയൊരു തെറ്റ് സംഭവിച്ചു എങ്കിലും അതിന് താൻ അനുതാപത്തോടെ മടങ്ങി വന്നപ്പോൾ ദൈവം തന്നെ വീണ്ടും ക്ഷമിക്കുകയും തൻ്റെ ജീവചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും. തനിക്ക് അഭിഷേകമൊക്കെ ലഭിച്ചതിന് ശേഷവും വളരെ നാൾ കാത്തിരുന്നതിന് ശേഷമാണല്ലോ രാജാവാകുന്നത്. അതിനുവേണ്ടി താൻ ധൃതിപ്പെട്ടില്ല. എന്നാൽ ദൈവസന്നിധി കാത്തിരുന്നപ്പോൾ അനേക പുതിയ സങ്കീർത്തനങ്ങൾ, പുതിയ പാട്ടുകളൊക്കെയും ദൈവം തനിക്ക് അറിയിച്ചു കൊടുത്തു. ഇന്ന് നമുക്കും അതൊക്കെ മാതൃകയാക്കുവാനും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് വിൽ ഓഫ് ഗോഡ് അറിയാനാണ് അതിവിശുദ്ധ സ്ഥലത്ത് കയറി ദൈവത്തോട് സംസാരിക്കുന്നവരായി തീരുവാൻ നമ്മൾ ഓരോരുത്തരും അത് നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഇന്ന് ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.